ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആഗമനകാലം 2-ാം വാരം ചൊവ്വ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 12 മുതൽ 14 വരെ വാക്യങ്ങൾ. വഴിതെറ്റിയ ആടിൻ്റെ ഉപമ. വഴിതെറ്റിയ ആടിനെ അന്വേഷിച്ചിറങ്ങുന്ന ഉടമസ്ഥനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക. ദൈവത്തിന് ചില കണിശതകളുണ്ട്. താലന്തുകളുടെ ഉപമയിലെ മടിയനായ ഭൃത്യൻ തൻ്റെ യജമാനൻ്റെ സ്വഭാവത്തെ വിശേഷിപ്പിക്കുന്നതിങ്ങനെയാണ്: നീ വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്തു നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന്. യജമാനൻ അത് ശരിവെക്കുന്നുമുണ്ട്. ദൈവത്തിന് ചില കണിശതകളുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലും 99 കൂടെയുണ്ടല്ലോ എന്നുള്ളതല്ല, നേരെ മറിച്ച് കാണാതായ ഒന്നിനെ തേടിയാണ് ഉടമസ്ഥൻ ഇറങ്ങുന്നത്. ഒന്ന് നോക്കിയാൽ നമ്മുടെ അമ്മമാരുടെ സ്നേഹവുമൊക്കെ ഇതുപോലെ തന്നെയല്ലേ? എത്ര മക്കൾ അമ്മയുടെ സുരക്ഷിതത്വത്തിന് കീഴിൽ ഉണ്ടെങ്കിലും പുറത്തൊരു മകൻ അല്ലെങ്കിൽ ഒരു മകള് അലയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപകടകരമായ സാഹചര്യത്തിലുണ്ടെങ്കിൽ ഏതൊരമ്മയ്ക്കും സ്വസ്ഥമായിട്ട് ഉറങ്ങുവാൻ സാധിക്കുകയില്ല, സ്വസ്ഥമായിട്ടിരിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ കണിശതയും ഈ അമ്മയുടെ സ്നേഹം പോലെ തന്നെയാണ്. തന്നിൽ നിന്നും അകന്നു പോകുന്ന ഓരോ മനുഷ്യാത്മാവിനെ പ്രതിയും ദൈവം ആകുലപ്പെടുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. അതിനാൽ പാപം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതോടൊപ്പം ഈശോയ്ക്ക് വേണ്ടി, ദൈവത്തിനു വേണ്ടി ആത്മാക്കളെ തേടി ഇറങ്ങുന്നവരായി, ആത്മാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായി, പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് മാറാം. ദൈവം തമ്പുരാൻ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.